നവംബർ 22-ന് തിയേറ്ററിലൂടെ റിലീസാകാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് സൂക്ഷ്മദർശിനി. നസ്രിയ നസീം, ബേസിൽ ജോസഫ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പം നസ്രിയ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് വരുന്ന ഒരു സിനിമ കൂടി, അങ്ങനെയും കൂടി പറയാവുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമ കൂടിയാണിത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MC ജിതിനാണ്. അപ്പോൾ ജിതിൻ്റെ മുമ്പത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് നോൺസെൻസ് എന്ന് പറയുന്ന 2018-ൽ പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു. ഇതിൻ്റെ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് MC ജിതിന്, അതുപോലെ തന്നെ അതുൽ രാമചന്ദ്രൻ, ലിബിൻ TB എന്നിവരൊക്കെ കൂടിയിട്ടാണ് ഇത് റൈറ്റിംഗ് പോയിരിക്കുന്നത്. ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. മുറ എന്ന് പറയുന്ന സിനിമ കട്ട് ചെയ്ത ആ എഡിറ്റർ തന്നെയാണ്. ചമൻ ചാക്കോ എന്ന് പറയുന്ന എഡിറ്ററാണ്. ട്രെയിലർ വളരെയധികം പ്രോമിസിങ് ആയിരുന്നു. ഒരു ഭയങ്കര മിസ്റ്ററി ഒളിപ്പിച്ച് വെച്ച് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാതെ നമുക്കൊരു മിസ്ലീഡ് തരുന്ന രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോട്ട്സും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നർമ്മങ്ങൾ നിറഞ്ഞ കുറേ സീനുകളും കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്ന, എന്നാൽ അതുപോലെ തന്നെ ഒരു സസ്പെൻസും ഒരു ഹൊറർ ത്രില്ലിംഗ് ഫാക്ടറും ഒക്കെ അടങ്ങിയ ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നസ്രിയ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര രസമുണ്ട് അവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കാണാൻ. എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂസിന് വന്നിട്ട് അഴിഞ്ഞാടുക, കുറേ കൗണ്ടറുകൾ അങ്ങോട്ട് ഇടുക, കൗണ്ടറിൽ ഇങ്ങോട്ട് ഇടുക, ചെളിവാരി എറിയുക എന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് സിനിമേനെ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരു കാണണം എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലേക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ട്രെയിലറും ഒരു പ്രോമിസിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ 22-ാം തീയതി തന്നെ കാണാൻ പോകുന്നതായിരിക്കും. കണ്ടതിന് ശേഷം ഞാൻ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന ഒരുപാട് സിനിമകളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സിനിമ തന്നെയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. എന്തായാലും സിനിമ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.